ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇതെനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേന്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇന്നേ വരെ കഴിക്കാത്തതും പിന്നെ ഇന്നേ വരെ ആരും ട്രൈ ചെയ്യാത്തതും പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരണമെന്ന്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങും പിന്നെ ബ്രെഡും മുട്ടയും ഇത് മൂന്നും കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു മിക്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇത് പൊരിച്ചിട്ട് എടുക്കും. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ. പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടം. ഇത് ഏതാണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് കഴിക്കണ ഏതാണ്ട് ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിന്. അപ്പോൾ ഇത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കാണ്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ ഹാർഡായിട്ടിരിക്കണം. ഞാനിവിടെ ഒരു ബ്രെഡ് ഞാനിവിടെ ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളതും ഞാനിവിടെ ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ടോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസി. വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നാലും ഒരുപാട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒന്ന് നല്ല ഇതേപോലെ ഒന്ന് വരണം. ഇനി ഇതിലേക്കുള്ള മിക്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. ഞാനിവിടെ നല്ല എരിവുള്ള ഇതേപോലത്തെ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ പച്ചമുളക് ആയിരുന്നാലും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ മല്ലിയില ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തേക്കണം മുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളകിൻ്റെ പൊടിയായിട്ട് ചേർക്കണ്ട, ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തേക്കണം മുളക് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ ക്രഷ് ചെയ്തേക്കണ മുളക് കിട്ടും, അല്ലെങ്കിൽ അതേപോലെ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങാം. പിന്നെ ഗരം മസാല വേണം. ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഞാനൊന്ന് ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന 2 ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, ആ 2 ഉരുളൻകിഴങ്ങും ഞാനിവിടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് ഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് 3 മുട്ട ചേർക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. സവോളയ്ക്കും കുറച്ച് കൂടുതൽ ചേർക്കാം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സവോളയും ഈ ഉരുളൻകിഴങ്ങൊക്കെ കൂടിയിട്ട് ഈ ബ്രെഡിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഇത് നിങ്ങളുടെ അടുത്ത് മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർത്താലും മതി. പക്ഷേ രണ്ടും കൂടി ചേർത്താലും കുഴപ്പമില്ല. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഈ മുളക് നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. വലുതായിട്ട് കട്ട് ചെയ്തിട്ട് മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കടിക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ മുളക് ചേർക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഗരം മസാല നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണത്, ഇതിനകത്ത് ഇതേപോലത്തെ ഈ ചെറിയ ഇതിനകത്താണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഒരുപാട് ചെറുതില്ലല്ലോ, ഇത് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചിട്ട് ചെയ്യാം.
കാരണം ക്യാമറ ഈ സൈഡിലിരിക്കണം, പക്ഷെ എനിക്ക് ഈ സൈഡിലേക്കാണ് മരുങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഏറ്റവും ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് തോന്നാണ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടാറുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മുട്ടയൊക്കെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കരുത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. ഈ ടോസ്റ്റ് ചെയ്തെടുത്തേക്കണ ഈ ഒരു ബ്രെഡിനെ ഞാനിവിടെ 2 പീസായിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇടുമ്പോൾ നമുക്കത് തിരിച്ച് മറിച്ചിടാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ബ്രെഡിനെ ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ആൾക്കാർ വൈറ്റ് ബ്രെഡാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബ്രെഡ് ഇവിടെ എടുക്കുന്നത്. ഇതെല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ ആ മിക്സിയിൽ മുക്കി വെക്കണ്ട. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ള ഓയിൽ നമുക്ക് ഫസ്റ്റ് ചൂടാക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് അതിനകത്ത് മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ടാൽ മതി. നേരത്തെ കൂട്ടിയിട്ട് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ബ്രെഡ് ഭയങ്കര സോഫ്റ്റായി പോവും. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. ഇനി ഇത് വറുത്തെടുക്കാനുള്ള ഓയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇതൊന്ന് നീക്കി വയ്ക്കുക. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിനകത്ത് മുക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബ്രെഡിൽ നിന്ന് ഇതേപോലത്തെ ഇങ്ങനെ ഓരോ സ്ലൈസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ബ്രെഡിൻ്റെ മുകളിൽ ഇതേപോലെ ഈ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അടിയിലെ ഭാഗത്തേക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമുക്ക് ഓയിലിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഈ അടിഭാഗത്തും വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ നമ്മൾ എടുത്തല്ലോ, മിക്സ് എടുത്തല്ലോ. ഈ മിക്സ് വെച്ചേക്കണ ഈ ഭാഗം ഓയിലിലേക്ക് ഇടുമ്പോൾ ആ സൈഡ് കമത്തിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മിക്സ് ഇല്ലാത്ത ഭാഗം മുകളിലായിട്ട് വരണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ മുട്ടയുടെ വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കനത്തിൽ വയ്ക്കാം, ഒരുപാട് കനത്തിൽ വയ്ക്കണ്ട. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തട്ടി കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. അതിൻ്റെ ഒരു സൈഡ് പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടാം. അതിൻ്റെ 2 സൈഡും പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. ഈ 2 സൈഡും പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. ഇതിൻ്റെ മുകളിൽ മാത്രമായിരിക്കും മൊരിഞ്ഞിരിക്കുക. കാരണം ഇതിൻ്റെ ഈ മിക്സിങ് കുറച്ച് കനത്തിലാണ് നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുകൾ ഭാഗം മാത്രമാണ്ട് മുരിഞ്ഞ് കിട്ടും, ഉള്ളിലേക്ക് മുരിയില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ കുറച്ച് ഓയിൽ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് തട്ടി കൊടുത്തു അടയ്ക്ക്. ഈ മറ്റേ സൈഡ് തിരിച്ചിടാം. ഇപ്പോൾ 2 സൈഡ് ഏകദേശം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഞാനിതോടെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്.
പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചു, അത് കഴിഞ്ഞിട്ട് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു 2 സെക്കൻഡ് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഓയിൽ അങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് മാത്രം ഓയിലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതെന്ത് സാധനം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴും അങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ല ചൂടിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓയിലൊക്കെ പുറത്തേക്ക് വരും. ഇതൊരു സൈഡ് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇന്നലെ ഇവിടെ സൺഡേ മദേഴ്സ് ഡേയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ട്, നാളെ ബർത്ത്ഡേ ഉണ്ടല്ലോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇതിങ്ങനെ പല തരത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ലാസ്റ്റ് ഈ ടൈപ്പാണ് എനിക്കിഷ്ടമായത്. എന്താ അപ്പോൾ ഇന്നലെ അങ്ങനെ കണ്ടുപിടിച്ച റെസിപ്പീന് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പം നമ്മൾ ഒഴിച്ചേക്കണ ഓയിലൊന്നും അധികം കുറവൊന്നും വന്നിട്ടില്ല, കാരണം ഒട്ടും ഓയിൽ കുടിക്കില്ല ഇത്. പക്ഷെ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യേണ്ട ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഓയിൽ കുടിക്കും. അപ്പം ഞാനിവിടെ 4ാമത്തെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇത്രയ്ക്ക് മിക്സിങ് ഉണ്ടാക്കിയിട്ട് ഇതേപോലത്തെ 4 ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഇത്രയ്ക്ക് മിക്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 സ്ലൈസ് ബ്രെഡ് നമുക്ക് ഈ മിക്സിങ് കൊണ്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ബാക്കി ഇത്രയും കൂടി ഉണ്ട്. അപ്പോൾ ഒരു സ്ലൈസിനും കൂടിയിട്ടുള്ളത് ഉണ്ടാവും, അല്ല ഒരു സ്ലൈസിനല്ല, ഒരു പീസിനും കൂടിയിട്ടുള്ളത് ഉണ്ടാവും. നമ്മുടെ ബ്രെഡ്, ഉരുളൻകിഴങ്ങും പിന്നെ മുട്ടയും കൂടിയിട്ട് പൊരിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന എന്ത് സാധനമായിരുന്നാലും ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതിപ്പോൾ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കണം. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും ഇത്. പിന്നെ ഈ ഓയിൽ ഒരിത് നന്നായിട്ട് പതിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നമ്മുടെ മുട്ടയും കൂടിയും ചേർത്തത് കൊണ്ടാണ് അതങ്ങനെ ഓയിൽ പതിഞ്ഞ് വരുന്നത്. അത് സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും കട്ട്ലേറ്റ് കുറച്ചൊന്നും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഓയിൽ അങ്ങോട്ട് പതിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് ഓയിൽ പതിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പണിയുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ റെസ്റ്റോറൻറ്റിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാർക്കെങ്കിലും അതിൻ്റെ ഒരു ടിപ്പ് പറയാൻ അറിയുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ ആ കമൻസിൻ്റെ അവിടെ എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം എനിക്ക് അത്രയാണ്ട് കറക്റ്റായിട്ട് അറിയില്ല. ചിലർ പറയാറുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് പതിഞ്ഞ് വരില്ല എന്ന്. പക്ഷെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ പതിഞ്ഞ് വരാറുണ്ട്. പക്ഷെ അതിന് എന്തോ ഒരു ടിപ്പുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.